മോഹൻലാൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന വമ്പൻ പ്രോജക്ടുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. നിലവിൽ സൂപ്പർ താരം കരാർ ഒപ്പിട്ടിരിക്കുന്നത് മലയാളത്തിലെ 7 സംവിധായകർക്കു വേണ്ടിയാണ്. അതിൽ ആദ്യം തുടങ്ങിയിരിക്കുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ആഷിഖ് ഉസ്മാന് നിർമ്മിക്കുന്ന ചിത്രം. ഈ സിനിമയുടെ ചിത്രീകരണം മെയ് മാസത്തോടെ പൂർത്തിയായേക്കും. ഇതിനുശേഷം വിഷ്ണു മോഹൻ ഗോകുലം സിനിമയിലേക്കാകും താരം കടക്കുക. പ്രിയദർശൻ, ദിലീഷ് പോത്തൻ, സത്യൻ അന്തിക്കാട്, ജൂഡ് ആന്റണി ജോസഫ്, ജീത്തു ജോസഫ് എന്നീ പ്രഗത്ഭരായ സംവിധായകരുടേതാണ് അടുത്ത ഊഴം. ഇവരിൽ ദിലീഷും ജൂഡ് ആന്റണിയും ആദ്യമായാണ് മോഹൻലാലുമായി ഒന്നിക്കുന്നത്. ഈ 7 പ്രോജക്ടുകൾ കൂടാതെ വലിയ മുതൽ മുടക്കിലൊരുങ്ങുന്ന തെലുങ്ക് സിനിമയ്ക്കും നിലവിൽ മോഹൻലാൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. നിലവിൽ മോഹൻലാലിൻ്റെതായി ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയാണ് എൽ 366. താൽക്കാലിക ടൈറ്റിൽ. മലയാളത്തിലെ വൻവിജയമായ തുടരും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സംവിധായകൻ തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന സിനിമ. മീശ പിരിച്ച TS ലൗലജൻ എന്ന എസ്ഐയായി താരമെത്തുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. തിരക്കഥ ഒരുക്കുന്നത് രതീഷ് രവിയാണ്. തുടരും ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷാജി കുമാറാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീതം ജേക്സ് ബിജോയ്. മെയ് അവസാനത്തോടെ ചിത്രീകരണം പൂർത്തിയാക്കാനുള്ള പദ്ധതിയിലാണ് അണിയറക്കാർ. തരുൺ മൂർത്തി ചിത്രത്തിനു ശേഷം മോഹൻലാൽ അഭിനയിക്കുന്ന അടുത്ത പ്രോജക്റ്റ് ആണ് എൽ 367. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമയുടെ രചനയും സംവിധാനവും വിഷ്ണു മോഹനാണ് നിർവഹിക്കുന്നത്. മേപ്പടിയാൻ എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കി ശ്രദ്ധ നേടിയ സംവിധായകനാണ് വിഷ്ണു മോഹൻ. വമ്പൻ കാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കൾ ബൈജു ഗോപാലൻ, VC പ്രവീൺ എന്നിവരാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തിയാണ്. വിദേശത്ത് നിന്നും ബോളിവുഡിൽ നിന്നുമുള്ള താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും അണിനിരക്കുന്ന ചിത്രം. ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായാണ് ഒരുങ്ങുക. ഉടൻ തന്നെ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിന്റെ താരനിര, സാങ്കേതിക സംഘം എന്നിവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടും. മരക്കാർ. അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനു ശേഷം മോഹൻലാലും പ്രിയദർശനും ഒന്നിക്കുന്ന ചിത്രം. പ്രിയദർശന്റെ 100ാമത്തെ സിനിമ കൂടിയായ ഈ പ്രോജക്റ്റിലൂടെ നിരവധി റെക്കോർഡുകളും പിറവിയെടുക്കുന്നു. ആദ്യ സിനിമയിലെ നായകൻ തന്നെ 100ാം സിനിമയിലും നായകനാകുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും ബിനു ജോർജ് അലക്സാണ്ടറും ചേർന്നാണ് നിർമ്മാണം. സംഗീതത്തിനും വൈകാരികതയ്ക്കും ആക്ഷനും പ്രാധാന്യമുള്ള ഫീൽ ഗുഡ് എന്റർടൈനറാകും എൽ 368 എന്ന ഈ പ്രോജക്റ്റ്. ഈ വർഷം നവംബറിൽ ചിത്രീകരണം തുടങ്ങിയേക്കും. ദിലീഷ് പോത്തനും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന പ്രോജക്റ്റ്. മലൈക്കോട്ടൈ വാലിബനുശേഷം ഷിബു ബേബി ജോൺ വീണ്ടും മോഹൻലാൽ ചിത്രത്തിന്റെ നിർമ്മാതാവാകുന്നു. സർപ്രൈസ് കാസ്റ്റ് അണിനിരക്കുന്ന എൽ 369 സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ ഉടൻ ഔദ്യോഗികമായി പുറത്തുവിടും. ഹൃദയപൂർവം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മോഹൻലാലും സത്യൻ അന്തിക്കാടും വീണ്ടും ഒന്നിക്കുന്ന പ്രോജക്റ്റ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ തന്നെ ഈ ചിത്രവും നിർമ്മിക്കുന്നു. എൽ 370 സിനിമയുടെ വിവരങ്ങളും ഉടൻ അറിയാം. ജൂഡ് ആന്റണിയും മോഹൻലാലും ഒന്നിക്കുന്ന ആദ്യ മുഴുനീള സിനിമ. വിസ്മയ മോഹൻലാലിനെ നായികയാക്കി ജൂഡ് ഒരുക്കുന്ന തുടക്കം സിനിമയിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എൽ 371 എന്നാകും സിനിമയുടെ താൽക്കാലിക പേര്. ദൃശ്യം 3 ശേഷം മോഹൻലാലും ജീത്തു ജോസഫും വീണ്ടും ഒന്നിക്കുന്ന പ്രോജക്റ്റ് ആണ് എൽ 372. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മാണം. ഈ 7 സിനിമകൾ കൂടാതെ തെലുങ്കിൽ നിന്നൊരു ബിഗ് ബജറ്റ് ചിത്രത്തിനായും മോഹൻലാൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. വൃഷഭ അയ്ക്കു ശേഷം നടൻ അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം കൂടിയാകുമിത്.